56 വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂവെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ നിരവധിയുള്ള നടനാണ് സലിം കുമാർ. പലപ്പോഴും പൊതുവേദികളിൽ അദ്ദേഹം എത്തുന്നത് കടുത്ത ശ്വാസതടസ്സവും ബുദ്ധിമുട്ടുകളുമൊക്കെയായാണ്. കഴിഞ്ഞ വർഷമാണ് തന്റെ പിറന്നാൾ ദിവസം കാറല്ല രോഗവും ലിവർ സിറോസിസും കാരണം താൻ ബുദ്ധിമുട്ടുകയാണെന്ന് നടൻ പറഞ്ഞത്. അസുഖങ്ങൾ കാരണം സിനിമകൾ പോലും ഒഴിവാക്കി അദ്ദേഹം കഴിയുകയായിരുന്നു. ഇപ്പോഴിതാ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഇരിക്കുന്ന സലിം കുമാറിന്റെ വീഡിയോയാണ് പുറത്തു വന്നിരിക്കുന്നത്. വീഡിയോയിൽ ഷൂട്ടിംഗ് സെറ്റിൽ റെഡിയായിരിക്കുന്ന നടനെയാണ് കാണാൻ കഴിയുന്നതെങ്കിലും ശ്വാസം മുട്ടലിന്റെ ബുദ്ധിമുട്ടുകൾ അദ്ദേഹം അനുഭവിക്കുന്നുണ്ടെന്ന് ആ ഇരിപ്പിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ചാരിയിരിക്കാൻ പോലും കഴിയാതെ നെഞ്ച് മുന്നോട്ട് തള്ളി ശ്വാസം മുട്ടിയിരിക്കുന്ന അദ്ദേഹത്തിന്റെ കയ്യിൽ താഴോട്ട് കുത്തനെ പിടിച്ചിരിക്കുന്നത് ഒരു എരിയുന്ന സിഗരറ്റാണ്. ഈ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ നിരവധി പേരാണ് അത് ചൂണ്ടിക്കാട്ടി കമന്റുകളും പങ്കുവച്ചിരിക്കുന്നത്. മിക്കപ്പോഴും അദ്ദേഹത്തിനൊപ്പം എല്ലാ യാത്രകളിലും മിക്കവാറും ഭാര്യയും ഉണ്ടാകുന്നതാണ്. എന്നാൽ എല്ലായ്പ്പോഴും അവർക്ക് നടനൊപ്പം വരാൻ കഴിഞ്ഞെന്നു വരില്ല. അതുകൊണ്ട് തന്നെ ഭാര്യ ഇല്ലാത്ത സാഹചര്യങ്ങൾ ഇത്തരത്തിൽ അദ്ദേഹം മുതലെടുക്കുകയും ചെയ്യും. ലിവർ സിറോസിസ് എന്ന രോഗവും കാറല്ല രോഗവും സലിം കുമാറിനെ ഏറെ കാലമായി തളർത്തിയിരുന്നു. പാരമ്പര്യമായി കിട്ടിയ അസുഖമാണ് ലിവർ സിറോസിസ് എന്ന് സലിം കുമാർ പറഞ്ഞിട്ടുണ്ട്. ഒരു ചായ പോലും കുടിക്കാത്ത അദ്ദേഹത്തിന്റെ സഹോദരനും ഇതേ അസുഖമായിരുന്നത്രേ വന്നത്. 25 വർഷക്കാലത്തിലധികമായി മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന സലിം കുമാർ 2010 മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും സ്വന്തമാക്കിയിരുന്നു. അഭിനയ ലോകത്ത് നിന്നും വിട്ടുനിൽക്കുകയായിരുന്ന സലിം കുമാർ അടുത്ത കാലത്താണ് വീണ്ടും സജീവമായി തുടങ്ങിയത്. ചാനൽ പരിപാടികളിലും അദ്ദേഹം സജീവമായിരുന്നു. ദിലീപിന്റെ ബബ്ബബ്ബ എന്ന സിനിമയുടെ ട്രെയിലർ ഇന്നലെ പുറത്തു വന്നപ്പോൾ അതിലും സലിം കുമാറിനെ കാണാൻ സാധിച്ചിരുന്നു. 2000 വിജയ് തമ്പി സംവിധാനം ചെയ്ത സത്യമേവ ജയതയിലെ കള്ളന്റെ വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ഈ ചിത്രത്തിലെ പ്രകടനമാണ് തെങ്കാശിപ്പട്ടണം എന്ന ചിത്രത്തിലേക്ക് സംവിധായകരായ റാഫി മക്കാട്ടിൻ ടീം സലീമിനെ വിളിക്കാൻ കാരണമായത്. തെങ്കാശിപ്പട്ടണം ഹിറ്റായതോടെ സലിം കുമാറിന് തിരക്കായി. പിന്നീട് ഒട്ടേറെ സിനിമകളിലെ ഹാസ്യനടനായുള്ള റോളുകൾ ഇദ്ദേഹത്തെ തേടി വന്നു. പിന്നീട് അങ്ങോട്ട് ദിലീപ്, ഹരിശ്രീ അശോകൻ, സലിം കുമാർ ടീം എപ്പോഴെല്ലാം സ്ക്രീനിൽ ഒന്നിച്ചോ അപ്പോഴെല്ലാം തിയേറ്ററിൽ പൊട്ടിച്ചിരികൾ അലയടിച്ചിരുന്നു. മീശമാധവനിലെ അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണി, ചതിക്കാത്ത ചന്തുവിലെ ഡാൻസ് മാസ്റ്റർ വിക്രം, പുലുവാൽ കല്യാണത്തിലെ മണവാളൻ, കല്യാണരാമനിലെ പ്യാരി, മായാവിയിലെ ആശാൻ, തിളക്കത്തിലെ ഓമനക്കുട്ടൻ എന്നിവ അതിൽ ചിലതു മാത്രമാണ്. മിമിക്രിയിലൂടെ മലയാള സിനിമാ രംഗത്തേക്ക് ചുവടുവെച്ച നടനാണ് സലിം കുമാർ. ഹാസ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് ചലച്ചിത്ര ലോകത്ത് തന്റേതായ സ്ഥാനം ഉറപ്പിച്ച താരം. ഹാസ്യ കഥാപാത്രങ്ങളെ മാത്രമല്ല, സ്ട്രോങ് ആയ കഥാപാത്രങ്ങളും തനിക്ക് വഴങ്ങുമെന്ന് അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.